ഫിർഔൻ വരുന്നത് 6 ലക്ഷം പട്ടാളക്കാരാണ്. 6 ലക്ഷം പട്ടാളക്കാരുമായി വരുന്ന ഫിർഔനിന്റെ അവസ്ഥ, പട്ടാളങ്ങൾ കൂടുതലുള്ള മനുഷ്യനാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. പരിശുദ്ധമായ മുഹറത്തിന്റെ വളരെ നിർണായകമായ നിമിഷങ്ങളടങ്ങുന്ന ദിവസത്തിലാണ് നമ്മളുള്ളത്. ഒന്ന്, ഈ ദിവസം എന്നുള്ളത് മുഹറം 10 അതിമഹത്തായ ദിവസമാണ്. അതോടൊപ്പം തന്നെ ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഈ ദിവസത്തിൽ അല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് നാം ജീവിതത്തെ ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ കൊണ്ട് പ്രത്യേകം ഈ ദിവസങ്ങളെ നാം ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയൊക്കെ ദുആ സ്വീകരിച്ചത് മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. അംബിയാ മുർസലീങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ അവർക്കെല്ലാം അല്ലാഹു വിജയങ്ങൾ കൊടുത്തതും ഈ മുഹറം 10 അല്ലാഹു ചോദിച്ചതെല്ലാം നൽകുന്നൊരു ദിവസം. സാധാരണയിൽ നമുക്കൊരുപാട് ദിവസങ്ങളും ഇബാദത്തിന് പ്രത്യേകതയുള്ള സമയങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും ഈ മുഹറം 10 മഹത്വം എന്നുള്ളത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല. മുൻഗാമികളെല്ലാം ഈ മുഹറം 10 മുഹറം 1 മുതൽ നോമ്പെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിനുള്ള കാരണങ്ങൾ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെല്ലാം അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നു. അതിന്റെ നന്ദി സൂചകമായിക്കൊണ്ട് അവരെല്ലാം നോമ്പെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് കേവലം ഇവിടെ നിങ്ങോട്ടുള്ളതല്ല, അതിന് മുമ്പ് തന്നെ മുഹറം 10 ബഹുമതി ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ വർഷിപ്പിച്ചത് മുഴുവനും മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു ഭൂമിയെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് മുഹറം 10. ആകാശത്ത് സൃഷ്ടിക്കാൻ തുടങ്ങിയത് മുഹറം 10. അതേപോലെ തന്നെ മഴയെ അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10. മഴ വർഷിച്ചതും മുഹറം 10. അല്ലാഹുവിന്റെ അർശിനെ അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത മനുഷ്യന്മാർക്ക് അല്ലാഹു നിഅമത്തായി വെച്ചതിനെയെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10. അവിടെയൊന്നും തീരുന്നില്ല. ഭൂമിയിൽ സസ്യലതാദികളെ അല്ലാഹു മുളപ്പിച്ചത് മുഹറം 10. അതിന് കായ്കനികൾ കൊടുത്തത് മുഹറം 10. നിങ്ങൾ നോക്കി, നിങ്ങൾ ദുനിയാവിന്റെ ഏതൊരു വിഷയങ്ങളെടുത്ത് നോക്കുമ്പോൾ അവിടെയെല്ലാം മുഹറം 10 ഈ പ്രത്യേകമായ ദിവസത്തിലാണ്. അതേപോലെ തന്നെ സ്വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചതും മുഹറം 10. ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതിൽ നല്ലൊരു ശതമാനവും മുഹറം 10 അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഒരു ലക്ഷണമാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദിവസത്തിന്റെ ബഹുമതി അതിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് മുഹറം 10. ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ കടന്നു പോകുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും മുഹറം 10. അതേപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടതും മുഹറം 10. അതേപോലെ തന്നെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തതും മുഹറം 10. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മുഹറം 10. ഓരോ ചരിത്രങ്ങളും നീണ്ടുകിടക്കുകയാണ്. ആ നിർണായകമായ ഘട്ടങ്ങൾ മാത്രമാണ് പറഞ്ഞു വരുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷക്കാലം അന്ധതയോടുകൂടെയാ ജീവിച്ചത്. മഹാനായ
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിയിൽ അകപ്പെടുത്തിക്കൊണ്ട് തന്റെ യൂസുഫിനെ കൊന്നു എന്ന് സഹോദരന്മാർ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കള്ളം പറഞ്ഞതിന്റെ പേരിൽ തന്റെ മകനെ നിങ്ങൾ ചതിച്ചതാണെന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ രണ്ട് കാഴ്ചയും നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അന്ധതയോടുകൂടെ ജീവിച്ചത് 40 വർഷമാണ്. 40 വർഷത്തിന് ശേഷമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നത്. 40 വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോ തന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സബിതത്തിൽ വരുന്ന രംഗങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ രസകരമായി അവതരിപ്പിച്ച സൂറത്ത് യൂസുഫ്. അവിടെ നമുക്ക് കാണാൻ കഴിയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് റേഷനരി വാങ്ങിക്കാൻ വേണ്ടി വരുന്ന തന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ കണ്ട സംഭവം. അവിടെ നിന്ന് തന്റെ ഉപ്പയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ജുബ്ബ കൊടുത്തയച്ച സംഭവം. ആ ജുബ്ബ കൊണ്ടുപോയി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്തിട്ടപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്ത ദിവസം മുഹറം 10-നാണ്. ഇങ്ങനെ ചരിത്രങ്ങൾ വിശാലമാണ്, അതിലേക്ക് കടക്കുന്നില്ല. സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും അവസാനം രാജാവ് പിടിക്കപ്പെടുകയും ചെയ്തപ്പോ വിശാലമായി യൂസുഫ് ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സുലൈഖ ബീവിക്ക് തന്റെ ജനങ്ങൾക്കിടയിൽ തല ഉയർത്താൻ പറ്റാതെ തന്റെ വളർത്തുമകനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ വളരെ ദുഷിച്ച ഒരു വാർത്ത രാജ്യം മുഴുവനും പരക്കാൻ തുടങ്ങിയപ്പോ സുലൈഖ ബീവി അവിടെ നിന്ന് പറയുന്നുണ്ട്, ആ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ വിളിച്ചു വരുത്തി വലിയൊരു ഓഡിറ്റോറിയം സംവിധാനിച്ച് അവരുടെ എല്ലാം വന്നിരുന്ന മുഴുവൻ സ്ത്രീകൾക്കും കൈകളിൽ ആപ്പിൾ കൊടുത്തു, ഒരു മൂർച്ചയുള്ള കത്തിയും കൊടുത്തു. അങ്ങനെ സുലൈഖ ബീവി ആ നാട്ടിലുള്ള മുഴുവൻ യുവതികളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന നിലയ്ക്ക് വിളിച്ചു വരുത്തി എല്ലാവരും ആപ്പിൾ മുറിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സദസ്സിന്റെ മുന്നിലൂടെ ഇങ്ങനെ കടത്തിവിട്ടപ്പോഴേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹാളിൽ നിന്ന് പുറത്തു കടത്തുമ്പോഴേക്ക് അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ വനിതകളും ആ കത്തി കൊണ്ട് തന്റെ കൈകൾ മുറിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കൈകൾ മുറിച്ചുപോയി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട്. അപ്പോഴാണ് സുലൈഖ ചോദിച്ചത്, നിങ്ങൾ ഒരു നിമിഷം ഈ ആ യൂസുഫിനെ കണ്ടപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ കൈകൾ മുറിച്ചുപോയെങ്കിൽ വർഷങ്ങളായി എന്റെ അരമനയിൽ ജീവിക്കുന്ന യൂസുഫിനോട് എനിക്ക് ആഗ്രഹം തോന്നിയതിൽ എന്താണ് തെറ്റ്? ചോദ്യം. പരിശുദ്ധ ഖുർആൻ പറയുന്നതൊക്കെ ഒരുപാട് സംഭവങ്ങൾ കടക്കുന്നില്ല. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിന്റെ കാരണം കൊണ്ട് ജയിലിലടക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഓപ്ഷൻ ചോദിച്ചു. തെറ്റുകാരനല്ലെന്ന് ബോധ്യമായി, വിശാലമാണ്, അതിൽ കടക്കുന്നില്ല. തെറ്റുകാരനല്ലെന്ന് ബോധ്യമായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഓപ്ഷൻ വെച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ജയിലാണ് എനിക്ക് ഹൈറ്, എന്നെ ജയിലിലടച്ചാൽ മതി. അങ്ങനെ ജയിലിലേക്ക് പോവുകയാണ്. ആ ജയിലിൽ നിന്ന് 12 വർഷക്കാലം ജയിലിൽ ജീവിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 12 വർഷം കാലം കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചിതനായത് മുഹറം 10-നാണ്. ഇങ്ങനെ അള്ളാഹു എത്രയാ പരീക്ഷണങ്ങൾ കൊടുത്തത്. ആ പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷ നൽകിയത് ഈ മുഹറം 10-നായിരുന്നു എന്നാണ്. 16 ലക്ഷം വരുന്ന ഇസ്രായേലിയരുമായിട്ട് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കടൽ കടക്കുകയാണ്. അതിന്റെ പിന്നിൽ 6 ലക്ഷം പട്ടാളക്കാരാണ് ഫിർഔനിന്റെ കൂട്ടത്തിൽ വരുന്നത്. 6 ലക്ഷം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുണ്ടായിരുന്ന ആളായിരുന്നു ഫിർഔൻ. ഫിർഔൻ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയല്ല എന്ന് ചരിത്രത്തിൽ കാണാം. ദുൽമാർഗത്തിലൂടെ, ദുഷിച്ച മാർഗത്തിലൂടെ ഭരണം നടത്തിയ ആ ഭരണാധിപന്മാർക്കെല്ലാം ഫിർഔൻ എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യൂസുഫ് നബി ഈ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിയ ആ യൂസുഫല്ല ആ ഫിർഔനല്ല അവസാനത്തുണ്ടായിരുന്നത് എന്നുള്ള ചരിത്രത്തിൽ വ്യത്യാസങ്ങൾ കാണാം. പക്ഷെ ഖുർആൻ അത് വ്യക്തമാക്കുന്നില്ല. ഖുർആനിൽ അവിടെ ഒരൊറ്റ ഫിർഔനെയാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതാ ഒരു ഫിർഔൻ തന്നെയാണെന്നാണ്.
ആ ഫിറഔൻ വരുന്നത് 6 ലക്ഷം പട്ടാളക്കാരാണ്. 6 ലക്ഷം പട്ടാളക്കാരുമായി വരുന്ന ഫിറഔനിന്റെ അവസ്ഥ, പട്ടാളങ്ങൾ കൂടുതലുള്ള മനുഷ്യനാണ്. ആ പട്ടാളക്കാര് മരുഭൂമികളിലെല്ലാം തമ്പടിക്കുമായിരുന്നു. അവരുടെ തമ്പടിക്കാൻ വലിയ ആണികൾ അടിക്കുമായിരുന്നു. മരുഭൂമിയിൽ എവിടെ നടക്കുമ്പോഴും ആണികൾ കാണാമായിരുന്നു, ഫിറഔനിന്റെ പട്ടാളക്കാരുടെ തമ്പിന്റെ ആണികൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫിറഔന ദിൽ ഔതാദ്, ആണികളുടെ ആളായ ഫിറഔൻ എന്ന് പറഞ്ഞാൽ ആണികൾ, അത്രയും ആണികൾ അടിച്ചിരുന്നു എന്നാണ്. ആ ഫിറഔനിനെ ആ കടലിൽ മുക്കിക്കൊന്നത് ഈ മുഹറം 10-നാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. എന്താണ് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഈ ദിവസം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇദ് ഫറഖനാ ബികുമുൽ ബഹറ ഫഅൻജൈനാ, നിങ്ങൾക്ക് കടൽ പിളർത്തിക്കൊണ്ട് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഅറഖനാ അലാ ഫിർഔന വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കെ, നിങ്ങൾ എല്ലാവരും 16 ലക്ഷം വരുന്ന ഇസ്രായേലിയർ കടന്നു ചെന്നപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ നിങ്ങൾ കണ്ടത് 6 ലക്ഷം വരുന്ന ഫിറഔനിന്റെ പട്ടാളവും ഫിറഔനിനെയും ആ കടലിൽ അല്ലാഹു മുക്കിക്കളഞ്ഞതാണ്. വഅൻതും തൻദുറൂൻ, നിങ്ങളത് നോക്കിക്കണ്ടവരാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിവസം അത് മുഹറം 10-നായിരുന്നു. അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയിട്ട് ആ മത്സ്യം തുപ്പിക്കളഞ്ഞതും മുഹറം 10-നാണ്. ആ സ്ഥലത്ത് അവിടെ മസ്ജിദ് യൂനുസ് എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇതിന്റെ സ്മരണാർത്ഥം ഇപ്പോൾ അത് പള്ളി അടക്കപ്പെട്ടിരിക്കുകയാണ്. പള്ളി ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് ഇസ്രായേലിനത് അടച്ചിട്ടുണ്ട് ആ പള്ളി എന്നാണ് കാണുന്നത്, ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത് ഒരുപാട് സംഭവങ്ങൾ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം ഞാൻ മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിച്ചൊരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ശരീരത്തിൽ നിന്ന് നടന്നു പോകുമ്പോൾ പുഴുകൾ അരിച്ചു വീഴുമായിരുന്നു താഴോട്ട്. ഒരു തവണ ഒരു പുഴു വീണപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഓ പുഴുവേ, നീ എങ്ങോട്ടാ ചാടി പോകുന്നത്? അതിനെടുത്ത് ശരീരത്തിലേക്ക് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ശരീരത്തിലാണ് എന്റെ റബ്ബ് നിനക്കുള്ള അന്നപാനീയങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ എന്തിനതിനെ തടയണം? നോക്കി നിങ്ങൾ. എന്നിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, നീ മസ്സനിയല്ലാഹു വഅൻത അർഹമുർ റഹീമീൻ, അള്ളാഹുവേ, എനിക്ക് ചെറിയൊരു രോഗത്തെ എന്നെ പിടിപെട്ടിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, ഇനി വല്ലാത്ത കാരുണ്യവാനാണല്ലോ. നമ്മളൊരു പനി വരുമ്പോഴേക്ക് എന്തോ ഒരു ദുആ നടത്താറില്ല, പടച്ചോനെ എന്തിനാ എന്നെ എങ്ങനെ കാട്ടിയത്, എന്താ മാറ്റിത്തരാത്ത്? അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, മാറ്റിത്തരാൻ പറഞ്ഞില്ല. വഅൻത അർഹമുർ റഹീമീൻ, വല്ലാത്ത കാരുണ്യവാനാണല്ലോ. മതി. അതോടുകൂടി തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹു തിരിച്ചു കൊടുത്തത് മുഹറം 10-നാണ്. രോഗങ്ങളെ മാറ്റിക്കൊടുത്തതും മുഹറം 10-നാണ്. വലിയ സംഭവങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ സഗരത്തിലേക്ക് ഉയർത്തിയത് മുഹറം 10-നാണ്. ഈ ദിവസത്തിന് വലിയ ബഹുമാനമുണ്ട്. ബഹുമാനത്തെ കണ്ടുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക അല്ലാഹുവോട്. അള്ളാഹു നമുക്കത് ചെയ്തു തരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വമൻ നൗസ അലാ ഇയാലിഹി ആശൂറാ, ഈ ആശൂറായിന്റെ 10ന്റെ ദിവസം നിങ്ങളെ അഹ്ലുകാർക്ക്, നിങ്ങളെ കുടുംബക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വിശാലത ചെയ്തു കൊടുക്കുക. എന്താണ് അവർക്ക് താല്പര്യമുള്ളത് ഈ ദിവസങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇന്ന് നല്ല ഭക്ഷണം സുഭിക്ഷമാവട്ടെ. ആ ഭക്ഷണം നിങ്ങൾ ചെയ്തു കൊടുത്താൽ അല്ലാഹു അലാ സായിരി സനതിഹി, ഈ കൊല്ലം മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ നമ്മുടെ വീടുകളിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഉണ്ടാവണം, അവർക്ക് ഹൈറുണ്ടാകണം, ദുആ ചെയ്യണം. വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആ ചെയ്താൽ ഇജാബത്തുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സമയങ്ങൾ പറഞ്ഞത് അത് ഒന്ന് ഖതീബ് മിമ്പറിൽ കയറിയത് മുതൽ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള സമയം ആണെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് അസർ മുതൽ മഗ്രിബ് വരെയാണെന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ദിവസങ്ങളിൽ ഒരു സമയം ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുള്ള ദിവസം എല്ലാവരും നോമ്പെടുത്ത് അൽഹംദുലില്ലാ ഒന്ന് അല്ലാഹുവിലേക്ക് കരമുയർത്തി ദുആ ചെയ്താൽ നമ്മൾ ഈ ഒരു ദിവസത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാ ദിവസവും ഒരുപോലെയല്ല. ദിവസങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കി പെരുമാറിയാൽ അല്ലാഹു നമുക്ക് വലിയ രക്ഷ നൽകും. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. എന്റെ ഉപ്പയുടെ എളാപ്പയുടെ ഭാര്യ
ചെറുപ്പക്കാരിയാണ്. കഴിഞ്ഞ ദിവസത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ച. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നല്ല സ്വഭാവമുള്ള, നല്ല സ്നേഹമുള്ള, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ഒരു മഹദിയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ മുഹറം 8 അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഇവിടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബങ്ങൾക്ക് നീ വലിയ ക്ഷമ നൽകണേ അല്ലാ. ആമീൻ. റഹ്മത്തുക യാ റഹ്മാൻ.